ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പിൽ ഡെയിലി നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് ആ ടൈപ്പിംഗ് ഈസി ആക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ അവർ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. പലർക്കും അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളത് കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് വാട്സപ്പ് ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന്. കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള പറയാം. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് വാട്സപ്പ് എടുക്കുക. അതിൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഇവിടെ നോക്കുക. ഡെയിലി ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ കിട്ടാൻ സാധിക്കും അല്ലെ? ഇത് നമുക്ക് അടിപൊളി ഒരു ഓപ്ഷൻ ആണിത്. നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ഒരു ചാറ്റ് എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ നമുക്ക് പരിചയമുള്ള ഒരു ആളുടെ ചാറ്റ് നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ എന്റെ സിസ്റ്ററിന്റെ നമ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിന് ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ നമ്മൾ സാറിന് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ഞാൻ ആ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി കുറച്ചുകൂടി നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലേക്ക് നിന്ന് മാറിയിട്ട് ഫേസ്ബുക്കിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പെട്ടെന്നാണ് എനിക്ക് അതിലേക്ക് പോകേണ്ടത്. പക്ഷെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അനിയത്തിക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴേക്കാണ് എനിക്ക് ഒരു കോൾ വരുന്നത്. നമുക്കൊന്ന് കോളിലേക്ക് ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നേരെ ബാക്ക് ചെയ്തിട്ട് നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും നമുക്ക് വാട്സപ്പിലേക്ക് കയറാണെന്ന് വിചാരിക്കുക. വാട്സപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അടിപൊളി ഒരു ഓപ്ഷൻ ആണ്. വാട്സപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം, കണ്ടില്ലേ, ആ സിസ്റ്റർ ആയിട്ടുള്ള ചാറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഏതൊരു ചാറ്റ് ആണെങ്കിലും നമുക്ക് പണ്ട് ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം നമുക്ക് പിന്നെ വിട്ടുപോകും അവരുടെ ചാറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നമുക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വാട്സപ്പിൽ ഏറ്റവും ടോപ്പിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ചാറ്റ് ഇൻകംപ്ലീറ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ഉപകാരമാണ് അത്. അപ്പൊ നമുക്ക് ഓർമ്മ വരും ഈ ഒരു ചാറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ എന്ന്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് അയക്കാൻ പറ്റും. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കുക.